ഇന്ന് ഞാനൊരു യാത്രയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു യാത്രയിലാണ്. കാരണം ഇന്ന് ലോകത്ത് ഒരുപാട് മനുഷ്യന്മാർ അനുഭവിക്കുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നം എന്താണ്? അത് പൊണ്ണത്തടിയാണ് അല്ലേ? അപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയിലാണ് നമ്മൾ ഭൂരിഭാഗം മനുഷ്യന്മാരും. അപ്പോൾ ഈ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ടുകൊണ്ട് ഒരുപാട് ഡയറ്റുകളൊക്കെ ഓരോരുത്തർ ഫോളോ ചെയ്യും. കീറ്റോ ഡയറ്റ്, LCHF, അതുപോലെ പലതരം ഡയറ്റുകളും ഫോളോ ചെയ്യും. അവസാനം ഈ ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അത് മടുപ്പ് വന്ന് അതങ്ങോട്ട് അവസാനിപ്പിക്കും. അങ്ങനെ ഒരു യാത്ര അവിടെ സ്റ്റോപ്പായി പോകും. ഏതായാലും ഒന്ന് നമ്മളെ നാട്ടുകാർ ഇഷ്ടംപോലെ അവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ എൻജോയ്. വേണമെങ്കിൽ എൻ്റെ ഉച്ചഭക്ഷണം അതിൻ്റെ പങ്ക്ച്വലായിട്ട് സമയത്ത് കഴിക്കാമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ വയറിനോട് ചോദിച്ചു, എടാ വയറ്, നിനക്കിപ്പോൾ വിശക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പം വയറ് പറഞ്ഞു വിശക്കുന്നില്ല എന്ന്. അപ്പോൾ ഏതാണ്ട് 3 മണി ആവാറായി, ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം എനിക്ക് വിശക്കുന്നില്ല. നമ്മൾ ചെറിയൊരു വിശപ്പൊക്കെ അനുഭവിക്കുമ്പോഴേക്കും ഒരുപാട് ഭക്ഷണം കൊണ്ട് എടുത്ത് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ വെയിറ്റ് ലോസ് യാത്രയിൽ, ഈ ഭാരക്കുറവിൻ്റെ യാത്രയിൽ ഏറ്റവും വലിയൊരു തടസ്സമായിട്ട് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ വയറിനോട് ചോദിക്കുക, എല്ലാ വയറെ, നിനക്ക് വലിയ ഭക്ഷണവും കഴിക്കണോടാ, എനിക്കിപ്പോൾ ഭക്ഷണം ആവശ്യമുണ്ടടാ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കുക എന്നുള്ളതായിട്ട് നമ്മൾ വെയിറ്റ് ലോസിന് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ആക്റ്റീവായി നിലനിൽക്കുക എന്നുള്ളതാണ്. എനിക്ക് വേണമെങ്കിൽ കുത്തിയിരുന്ന് വീടിൻ്റെ ഉള്ളിലിരുന്നും ഈ ക്ലാസ്സൊക്കെ എടുക്കാം, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു യാത്ര ചെയ്യുന്ന ഒരു വേളകളിൽ ഇത്തരം ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെപ്പോഴും ആക്റ്റീവായി നിലനിൽക്കുക. എന്തിനാണ് ഈ ഇത്രയും നോയ്സ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള അടുത്ത് ഷൂട്ട് ചെയ്യേണ്ട ഒരു കാര്യവും എനിക്കില്ല. പക്ഷേ നമുക്കിവിടെ ഫ്രീ ടൈമുണ്ട്, നമുക്ക് നടക്കാനൊക്കെ ഒരു അവസരമുണ്ട്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ശരീരം എന്നും മൂവ് ചെയ്യാനുള്ളൊരു അവസരം നമ്മൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. 1 മണിക്കൂറെങ്കിലും വെയിറ്റ് ലോസിന് വേണ്ടി ലക്ഷ്യം വെക്കുക ആൾക്കാർ ബോഡി മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കണം. അത് നിങ്ങൾ ഫിക്സഡ് ആയിട്ടുള്ള ഒരു എക്സസൈസ് പ്ലാറ്റ്ഫോം ഒരു 30 മിനിറ്റ് ദിവസം ചെയ്യുമെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ബോഡി മൂവ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുക എന്നുള്ളത് ഈ വെയിറ്റ് ലോസിലെ ഏറ്റവും വലിയൊരു ഗോൾഡൻ റൂളാണ്. മസിലുകളുടെ ശക്തിയൊക്കെ നിലനിർത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് നിലനിർത്താൻ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ഏതാണ്? അത് പ്രോട്ടീനുകളാണ്. അപ്പോൾ ഓരോ ഭക്ഷണത്തിൽ നമ്മൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തി എന്നുള്ള ഉറപ്പാക്കുക. പ്രത്യേകിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ വയറങ്ങോട്ട് ഫില്ലായി നിൽക്കുകയും ചെയ്യും. നമുക്ക് ആ വെയിറ്റ് ലോസ് ജേണിയിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ കൊടവയറനായി ഈ ഡോക്ടർ എന്തപ്പോൾ വെയിറ്റ് ലോസ് യാത്രയെക്കുറിച്ച് പറയുന്നത്? ഞാൻ 106 കിലോ ഒന്ന് സഞ്ചരിച്ചിട്ടാണ് ഇപ്പോൾ ഈ കോലത്തിൽ എത്തിപ്പെട്ടത്. 106 കിലോ ഉണ്ടായിരുന്നു. എനിക്ക് പറ്റിയൊരു ഡ്രസ്സ് പോലും എവിടെയും കിട്ടൂലായിരുന്നു. ഒരു ഡ്രസ്സ് തയ്പ്പിക്കണമെന്ന് വിചാരിച്ചാൽ അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഈ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ല. ഇന്നും വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരും പരിഹസിക്കുകയൊന്നും വേണ്ട. വെയിറ്റ് ലോസിനുള്ള യാത്ര കണ്ടിന്യൂ യുവർ ജേണി. ഓക്കെ, അതിലെ റിസൾട്ട് എന്താണെന്ന് നോക്കണ്ട. നിങ്ങൾ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക. നമ്മൾ പറയുന്ന ഈ ഗോൾഡൻ റൂൾസ് എല്ലാം നിങ്ങൾ പാലിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഈ തടി ഉണ്ടായിട്ടും ഇന്നും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ ഈ ഒരു ജേണിയുടെ ഫലമാണ് എന്ന് വേണം പറയാം. തീർച്ചയായിട്ടും വെയിറ്റ് ലോസിലെ ഏറ്റവും വലിയൊരു ഗോൾഡൻ റൂൾ എന്താണെന്നറിയോ? നമ്മൾ കത്തിച്ച് കളയുന്ന കലോറി കൂട്ടുകയും ചെയ്യുക, നമ്മൾ ഉള്ളിലോട്ട് ചെല്ലുന്ന കലോറിയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം വർക്കൗട്ടുകൾ ചെയ്യുക. അതിന് കൂടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഇവക്ക് അതിൻ്റേതായ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, നിങ്ങൾക്ക് വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെ ആവശ്യത്തിന് കിട്ടിയ രീതിയിലുള്ളൊരു സമീകൃത ആഹാരം ഭക്ഷണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രമുള്ള ഒരു കലോറി ഉള്ളിലോട്ട് ചെല്ലാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. വെയിറ്റ് ലോസിന് നമ്മൾ പാലിക്കേണ്ട അടുത്ത ഗോൾഡൻ റൂൾ എന്താണെന്നറിയോ? നമ്മൾ സ്റ്റെപ്പുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. മാക്സിമം മൂവ് ചെയ്യാൻ നോക്കുക. ഞാൻ പലപ്പോഴും ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ കുത്തിയിരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ നമ്മളെ എനർജി നമുക്ക് എന്താ പറയുക, നമുക്ക് വെയിറ്റ് ഗെയിനിങ് ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. മറിച്ച് നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ചലിച്ചുകൊണ്ടൊക്കെ, ഈ പാർക്കിലൊക്കെ ഒരുപാട് പേര് ഇവിടെ കുത്തിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. മൂവ് ചെയ്യാനാണ് ഈ പാർക്കുകളെല്ലാം അല്ലേ, ബീച്ചുകൾ, ഇതൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിലൊന്നും നമ്മളൊരു കണ്ടിരിക്കേണ്ട ഒരു ഗെയിമല്ല നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ജേണി എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു യാത്രയിൽ നമ്മൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രഷ് ഡയറ്റുകൾ ഒഴിവാക്കുക എന്നുള്ള, ജങ്ക് ഫുഡ്സ്, അതുപോലെ ചെറിയ ചെറിയ ഭക്ഷണങ്ങളാണ്. പക്ഷേ അവ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് കലോറീസ് ആയിരിക്കും, ഒരുപാട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ വഷളാക്കുന്ന ഒരുപാട് കാര്യങ്ങളായിരിക്കും. അതൊന്നും ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഗോൾഡൻ റൂൾസ് എല്ലാം നിങ്ങളൊന്ന് പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണി അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എന്ത് ലക്ഷ്യമാണോ ഉന്നയിച്ച് അത് പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബി ഹെൽത്തി, ബൈ.